കുട്ടികളിലെ കോംപ്ലിമെൻ്ററി ഫീഡിങ് അമ്മമാർക്കും വീട്ടിലുള്ളവർക്കും വളരെയധികം സംശയങ്ങളുള്ള ഒരു കാര്യമാണ്. 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ മാത്രം തന്നെ മതിയാവും. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ആവശ്യത്തിനുള്ള വെള്ളവും എല്ലാം മുലപ്പാലിൽ നിന്ന് തന്നെ കിട്ടും. 6 മാസത്തിന് ശേഷം കുഞ്ഞിന് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങാം. കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് കുഴമ്പ് രൂപത്തിലുള്ള ആഹാരമാണ് 6 മന്ത്സിൽ കൊടുത്തു തുടങ്ങേണ്ടത്. അതായത് വെള്ളം പോലെ ആവാൻ പാടില്ല. നമ്മളുണ്ടാക്കുന്ന കുറുക്കുകൾ ആദ്യം സ്പൂണിലെടുക്കുമ്പോൾ സ്പൂണ് ചരിച്ചു കഴിഞ്ഞാൽ സ്പൂണിൽ നിന്ന് താഴെ വീഴാൻ പാടില്ല, സ്പൂണിൽ തന്നെ തങ്ങി നിൽക്കണം. എന്നാൽ സോളിഡ് ആവാനും പാടില്ല. അതേപോലെ ഒരു സെമി സോളിഡ് രൂപത്തിൽ വേണം കുറുക്കുകൾ കൊടുത്തു തുടങ്ങാൻ. എക്സ്ട്രാ ആഡഡ് ഷുഗറും സോൾട്ടും യൂസ് ചെയ്യാമോ എന്ന് പലപ്പോഴും പേരൻസിന് ഒരു സംശയം വരാറുണ്ട്. കുട്ടികൾ സൂപ്പർ ടേസ്റ്റേഴ്സ് ആണ്. അത് മാത്രമല്ല, അവർക്ക് മുലപ്പാലിൻ്റെ ടേസ്റ്റ് മാത്രമേ അറിയുള്ളൂ. മുലപ്പാലിന് അധികം മധുരമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മധുരം കുറുക്കിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. മധുരം എന്ന് പറയുമ്പോൾ കരിപ്പെട്ടി, പനങ്കൽക്കണ്ടം എല്ലാം മധുരം തന്നെയാണ്. അപ്പം എക്സ്ട്രാ സോൾട്ടും ഷുഗറും ആഡ് ചെയ്യാതെ കുറുക്കുകൾ കൊടുത്തു തുടങ്ങുന്നതാണ് നല്ലത്. ആദ്യം എത്ര തവണ കുഞ്ഞിന് ആഹാരം കൊടുക്കണം എന്നുള്ള ഒരു സംശയമാണ്. ആദ്യം കൊടുത്തു തുടങ്ങുമ്പോൾ നമുക്ക് ഒരു തവണ കൊടുത്തു തുടങ്ങിയാൽ മതിയാവും. അതൊരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 2 തവണയാക്കാം. 6 to 7 മന്ത്സിൽ 2 times കുഞ്ഞിന് കട്ടിയാഹാരം കൊടുക്കാം. അതുകൂടാതെ മുലപ്പാൽ പഴയ പോലെ കൊടുത്തിരുന്നത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. 7-8 മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞിനൊരു 3 to 4 times ആക്കാം. പിന്നെ പതുക്കെ അത് കൂട്ടി 1 year ആവുന്ന കുട്ടിക്ക് 5 times ഫീഡ് കൊടുക്കണം. അതായത് 3 മെയിൻ ഫീഡ്സും 2 സ്നാക്സും. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞിന്, മുലപ്പാൽ കുടിക്കാത്ത കുട്ടിയാണെങ്കിൽ 5 ഫീഡ്സ് എന്നുള്ളത് 6 ഫീഡ്സ് കൊടുക്കണം. പിന്നെ എത്രത്തോളം ആഹാരം കൊടുക്കാം എന്നുള്ളത് മറ്റൊരു സംശയമാണ്. നമുക്ക് കുഞ്ഞിൻ്റെ വയറിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് ഇൻറ്റു 20 ml ആണ്. അപ്പോൾ ഒരു 5-6 മാസമുള്ള കുട്ടി, സാധാരണ ഒരു ടേം ബേബി ആണെങ്കിൽ ആ കുഞ്ഞിന് ഒരു 5 കിലോ 6 കിലോ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ കുഞ്ഞിന് ഒരു 5 കിലോ വെയിറ്റ് ആണെങ്കിൽ 5 into 20 ഒരു 100 ml അല്ലെങ്കിൽ 120 ml ആണ് കുഞ്ഞിൻ്റെ വയറിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ അത്രയും എമൗണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കപ്പ് സൈസ് എന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ 250 ml പകുതി ആണ് 120 ml. ആദ്യം കൊടുത്തു തുടങ്ങുമ്പോൾ ഒരു 1/4 of a കപ്പ്, ഒരു കപ്പിൻ്റെ 4/1 ഭാഗം കൊടുക്കാം. പതുക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത് നമുക്കൊരു 1/2 കപ്പാക്കാം. പിന്നെ ഒരു 8 months ഒക്കെ കഴിയുമ്പോൾ നമുക്കതൊരു 1/4 കപ്പ്, 8 to 9 months ആകുമ്പോൾ 1/4 കപ്പാക്കാം. 1 year ആവുന്ന കുട്ടി 1 കപ്പ് 250 ml ഒരു ഫീഡിന് കഴിക്കാൻ പറ്റും. 1 year കഴിയുമ്പോൾ 1 കപ്പിൽ കൂടുതൽ കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ കുഞ്ഞിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പും ഫുഡ് കൊടുക്കുന്നതിന് മുമ്പും ഫുഡ് കൊടുത്തതിന് ശേഷവും കൈ സോപ്പിട്ട് കഴുകുക. പിന്നെ കുഞ്ഞിന് കൊടുക്കുന്ന എല്ലാ പാത്രങ്ങളും ദിവസം 1 പ്രാവശ്യമെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യുക. ഒരിക്കലും ഉണ്ടാക്കിയ ഫുഡ് അപ്പോൾ തന്നെ കുഞ്ഞിന് കൊടുക്കുക. അത് കൂടുതൽ നേരം പുറത്ത് വെച്ചിരുന്നാൽ അതിൽ ബാക്ടീരിയ ഒക്കെ വളരാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് അത് കാരണം ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ ഫുഡ് അപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യുക, വെച്ചിരുന്ന് കൊടുക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്.